സോ ഗൈസ്, എന്താണ് ലിനക്സ്? നമ്മൾ ഈ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ആൾക്കാരോട് ചോദിച്ചാലും ലിനക്സ് ഈസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അത് ശരിയാണോ? അല്ല. ലിനക്സ് ഒരു കേർണലാണ്. നമ്മളെ മിലിറ്ററിയിലുള്ള കേർണലല്ല, ഇത് വേറെ കേർണൽ. കേർണലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷന് ഹാർഡ്വെയർ റിസോഴ്സസ് വേണ്ടി വരും. ഹാർഡ്വെയർ റിസോഴ്സസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർഡ് ഡിസ്ക്, റാം, ഇങ്ങനത്തെ റിസോഴ്സസ് ഉണ്ടെങ്കിലൊക്കെ ആ ആപ്ലിക്കേഷൻ റൺ ആവുള്ളൂ. അപ്പം അത് റൺ ആവണമെങ്കിൽ ഈ കേർണൽ വഴിയാണ് ഹാർഡ്വെയർ റിസോഴ്സസ് ആ ആപ്ലിക്കേഷന് കിട്ടുക. ഇപ്പോൾ ഡയറക്ട്ലി OS വഴിയല്ല, ആ കേർണലാണ് ഹാർഡ്വെയർ റിസോഴ്സസ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആപ്ലിക്കേഷനിൽ ആ പ്രോസസ്സ് നടക്കുക. അപ്പോൾ അത്രയുള്ളൂ കേർണൽ. ഇനി അടുത്തത്, എന്തിനാണ് ലിനക്സ്? നമുക്ക് ഈ MacOS ഉണ്ട്, വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഈ ലിനക്സ് എന്തിനാണ്? അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്. അതിൻ്റെ സോഴ്സ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. നമ്മളെ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് മാതിരി ഇങ്ങനെ എന്താ പറയുക, സോഴ്സ് മൂടി വെച്ചതല്ല, നമുക്ക് കാണാം, സോഴ്സ് നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യമാണ് അത് ഫ്രീ ആണ്. നിങ്ങൾ 5 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ലാപ്ടോപ്പിൽ ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് വെച്ചിട്ട് കാലി ലിനക്സ്, പാരറ്റ് OS മാതിരിയുള്ള ഒരു OS നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. നാലാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ലൈറ്റ് വെയിറ്റ് ആണ്, ഫാസ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈ എക്സ്ട്രാ CPU, GPU എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറഞ്ഞ കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടറിൽ വരെ ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഈ OSലേക്ക് കിടക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കാലി ലിനക്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണിത്. ഇതിന്റെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് നമുക്ക് കാണാം. നമ്മളെ വിൻഡോസിലുള്ള മാതിരി തന്നെ നമുക്ക് സ്റ്റാർട്ട് മെനു കൊടുക്കാം, ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് കോപ്പി ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് വിൻഡോസിലുള്ള മാതിരി തന്നെ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. നമ്മൾ കാലി ലിനക്സ് പഠിക്കുമ്പോൾ ടെർമിനലിൽ വേണം പഠിക്കാൻ. കാരണം എന്താ വെച്ചാൽ ടെർമിനലാണ് ഈ ഹാക്കർമാർക്ക് ഏറ്റവും അധികം ഉപയോഗം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു മെഷീന് കോംപ്രമൈസ് ചെയ്ത് കയറിയാൽ നമുക്ക് ഒരിക്കലും ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അല്ല കിട്ടുക. പുറമേ നമുക്ക് കിട്ടുക ഒരു ഷെല്ലാണ്. ആ ഷെല്ലിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു ബേസിക്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കി ഇവിടെ കുറെ ഫോൾഡേഴ്സ് കാണാം, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്, ഡൗൺലോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സെയിം കാര്യം നമ്മൾ ടെർമിനലിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ആക്കിയാണ്. ഈ ടെർമിനലിൽ ഞാൻ ഇപ്പോൾ ഒരു കമാൻഡ് അടിക്കാൻ പോവുക. കമാൻഡ് അടിക്കുക പറഞ്ഞാൽ ഈ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയാണ് ഇന്ന കാര്യം ചെയ്തു തരണം. ആ കമാൻഡ് വഴിയാണ് കമ്പ്യൂട്ടർ ആ പ്രോസസ്സ് ചെയ്തു തരിക. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. PWD അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലൊക്കേഷൻ കാണാം, /home/കാലി. ഇതാ ഇവിടെ ഉള്ള ആ സെയിം ലൊക്കേഷൻ നമുക്കിവിടെ കാണാം. അതുമാതിരി നമുക്കിവിടെ കുറേ ഫോൾഡേഴ്സ് കാണുന്നുണ്ട്. ഈ ഫോൾഡേഴ്സൊക്കെ നമുക്ക് ടെർമിനലിൽ കാണാൻ വേണ്ടിയിട്ട് LS എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ജസ്റ്റ് LS ടൈപ്പ് ചെയ്താൽ ഇവിടെ എന്തൊക്കെ ഫോൾഡേഴ്സ് ആണുള്ളത് അത് നമുക്ക് ടെർമിനലിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. LSന്റെ ഫുൾ ഫോം ആണ് ലിസ്റ്റിംഗ്, PWDന്റെ ഫുൾ ഫോം ആണ് പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. ഒക്കെ ബേസിക് ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ജസ്റ്റ് ഷോർട്ട് ഫോമിലാക്കിയെന്നുള്ളൂ കമാൻഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇനി നമുക്കൊരു ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് CD ഫുൾ ഫോം ആണ് ചേഞ്ച് ഡയറക്ടറി. CD അടിക്കുക, ആ ഡോക്യുമെന്റ്, ആ ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിന്റെ പേരടിക്കുക. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഞാൻ CD ഡോക്യുമെന്റ് അടിക്കാം. ഇപ്പം നമ്മൾ ഏത് ലൊക്കേഷനിലുള്ളതാണെന്ന് നോക്കാം. PWD അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏത് ലൊക്കേഷനാണെന്ന് കാണിക്കും. /home/കാലി /document. ഇപ്പം നമ്മൾ ഡോക്യുമെന്റിന്റെ ഉള്ളിലെത്തി. ഇനി നമുക്ക് ആ ഡോക്യുമെന്റിന് തിരിച്ച് പുറകോട്ടേക്ക് വരണമെങ്കിൽ CD .. അടിച്ചാൽ മതി. ജസ്റ്റ് PWD അടിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ ഈ ലൊക്കേഷനിലെത്തി, തിരിച്ചെത്തി. അങ്ങനെ നമുക്ക് 2-3 ലൊക്കേഷൻ ഒരുമിച്ച് ബാക്കോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് CD ഒരു സ്ലാഷ് ഇടുക. ഇനി ഒരു ലൊക്കേഷനും കൂടി ബാക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഡോട്ടും കൂടി ഇടുക, ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ
നമ്മൾ ഏറ്റവും പുറകിലുള്ള ഏറ്റവും മെയിൻ ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിലെത്തും. അപ്പോൾ അതാ നമ്മളൊരു സ്ലാഷിന് പേരുള്ള ഒരു ഫോൾഡറിലെത്തി. സ്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് ഡയറക്ടറിയാണ്. റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ഡയറക്ടറി. പിന്നെ അതിൽ കുറേ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ഓരോ ഫോൾഡേഴ്സിനും ഓരോ പ്രോസസ്സ് ഉണ്ട്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോ എത്രയും പെട്ടെന്ന് ഇടും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ, സബ്സ്ക്രൈബ്, ലൈക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ.